നമസ്തേ. 48% ഹിന്ദുക്കളുള്ള ഗുരുവായൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ 50 വർഷമായി ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ ഇടതു വലതു മുന്നണികൾ നിർത്താത്തത് എന്താണ് എന്നുള്ള ഒരു പ്രസക്തമായ രാഷ്ട്രീയ ചോദ്യമാണ് BJP സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ ഉയർത്തിയത്. ഈ ചോദ്യം പൊതുസമൂഹം ചിന്തിച്ചു ചർച്ച ചെയ്യാൻ തുടങ്ങിയതോടെ കേരളത്തിലെ പ്രത്യേക മതേതര ഇക്കോസിസ്റ്റം അസ്വസ്ഥരായി. മുസ്ലിം പാർട്ടിയുടെയൊക്കെ ശങ്കരൻ കോൺഗ്രസ് പാർട്ടി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. മദനയുടെയൊക്കെ ശങ്കരൻ CPMന്റെ നിർദ്ദേശം അനുസരിച്ച് ജില്ലാ കളക്ടർ ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പരാതി കിട്ടിയപാടെ പിണറായിയുടെ ഗുരുവായൂർ പോലീസ് കേസും എടുത്തു. ഈ വിവരം കേട്ടപാടെ പോയി പണി നോക്കട എന്ന് നിയമം അറിയാവുന്ന ഗോപാലകൃഷ്ണൻ വക്കീൽ പറയുകയും ചെയ്തു. ഈ വിഷയത്തിൽ ഒരു ചുക്കും ഗോപാലകൃഷ്ണനെതിരെ ഇവന്മാർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്ന വിഷയം വേറെയാണ്. ഗുരുവായൂർ പോലീസിന് മുൻപിൽ വന്ന മറ്റു 3 പരാതികളിൽ ഗുരുവായൂർ പോലീസ് എന്ത് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. 1. ഒരു ഇസ്ലാം മതവിശ്വാസി ഹിന്ദുക്കളുടെ ഏറ്റവും വൈകാരികമായ ഒരു തുളസിത്തറയിൽ ഗുഹ്യഭാഗത്തുള്ള രോമം പറിച്ചിട്ടു. കുടുംബപരമായി ഹോട്ടൽ നടത്തുന്ന ഈ കേസിലെ പ്രതിക്കെതിരെ ഒരു കേസെടുക്കാൻ പോലും തയ്യാറാവാത്ത ഗുരുവായൂർ പോലീസ് നിവർത്തിയില്ലാതെ കേസെടുത്തെങ്കിലും അയാൾക്ക് മാനസിക രോഗമാണെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. പിന്നെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഫയൽ ചെയ്ത കേസിൽ ഗുരുവായൂർ പോലീസിനെ നിശിതമായി വിമർശിച്ച ഹൈക്കോടതി വട്ടായൊരുത്തൻ ഹോട്ടൽ നടത്തുന്നത് എങ്ങനെയെന്ന് ചോദിച്ചതോടെ തൽക്കാലം അവന്റെ കട പൂട്ടിക്കാൻ കൃഷ്ണരാജ് വക്കീലിന് പറ്റി. 2. മുകളിൽ പറഞ്ഞ ഗുഹ്യഭാഗത്ത് നിന്ന് മുടി പറിച്ച് തുളസിത്തറയിലിട്ട ജിഹാദിയുടെ TV ഉൾപ്പെടെ വന്ന വീഡിയോ സ്വന്തം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത് ശ്രീരാജ് മൈക്കിൾക്കെതിരെ കേസെടുത്തു എന്ന് മാത്രമല്ല, കേസെടുത്ത് 1 മാസം കഴിഞ്ഞ് കുട്ടനാടുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ ഗുരുവായൂർ പോലീസ് വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് പോയി വിടിച്ചിറക്കി. ഉടുപ്പ് മാറാൻ പോലും സമയം കൊടുക്കാതെ അറസ്റ്റ് ചെയ്തു. അതുമാത്രമല്ല, FIRൽ ഉണ്ടായിരുന്ന ബെയിലബിൾ കുറ്റങ്ങൾ മാറ്റി ജാമ്യമില്ലാത്ത കുറ്റം കൂടി ചേർത്ത് 2 ആഴ്ച ശ്രീരാജ് കൈമളെ ജയിലിലിട്ട് കൂറ് തെളിയിച്ചു. 3. ഗുരുവായൂർ ക്ഷേത്രം നടപ്പന്തലിലെ റീൽസ് വിലക്കിയ ഹൈക്കോടതി വിധിയെ പുല്ലുവില കൽപ്പിച്ച് വീണ്ടും റീൽസ് ചെയ്ത ജസ്ന സലിമിനെതിരെ ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കൊടുത്ത 2 പരാതിയിൽ പേരിന് വേണ്ടി നിവർത്തിയില്ലാതെ കേസെടുത്തു. തെറ്റു പറയരുതല്ലോ. കേസെടുത്തെങ്കിലും ജസ്ന സലിമിനെ ജീവിതത്തിൽ ഇതുവരെ കാണാൻ ശ്രമിക്കാത്ത ഗുരുവായൂർ പോലീസ് ക്ഷേത്രം നടപ്പന്തലിൽ ആ തരികിടയ്ക്ക് കയറാൻ കൂടുതൽ അവസരം ഒരുക്കി കൊടുത്തു ഗുരുവായൂർ പോലീസ്. ഇതാണ് ഗുരുവായൂർ പോലീസ്. ഗോപാലകൃഷ്ണനെ ഇപ്പൊ അങ്ങോട്ട് മൂക്കിൽ കയറ്റുപോലും. കേരളത്തിലെ ആയിരക്കണക്കിന് വക്കീലന്മാർ കാണും ഗോപാലകൃഷ്ണന് വേണ്ടി കേസ് വാദിക്കാൻ. ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറഞ്ഞു എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എങ്ങനെ ഒരു ക്ഷേത്ര നഗരിയുടെയോ അവിടുത്തെ വിശ്വാസങ്ങളുടെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കും? അതുപോലെ തന്നെ മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞ മുസ്ലിം ലീഗിനെ കൊണ്ട് അത് സാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വിശ്വാസത്തെ അന്ധവിശ്വാസം എന്ന് വിളിച്ച് പരിഹസിക്കുന്നവർ അധികാരത്തിനായി മാത്രം വിശ്വാസികളെ സമീപിക്കുന്നത് ശുദ്ധമായ ഇരട്ടത്താപ്പാണ്. ഭൂരിപക്ഷ സമൂഹത്തിന്റെ വികാരങ്ങളെ മാനിക്കാത്തവർക്ക് ആ ജനതയെ പ്രതിനിധീകരിക്കാൻ അർഹതയുണ്ടോ എന്ന് ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മതനിരപേക്ഷതയുടെ പേരിൽ ഹൈന്ദവ ബിംബങ്ങളെയും ആചാരങ്ങളെയും മാത്രം ലക്ഷ്യം വെക്കുന്ന പ്രവണതയാണ് ഇന്ന് കണ്ടുവരുന്നത്. ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള മഹത് വ്യക്തികളെ പോലും രാഷ്ട്രീയ ലാഭത്തിനായി അധിക്ഷേപിച്ച ചരിത്രമുള്ളവർ ഇന്ന് നവോത്ഥാനത്തിന്റെ വക്താക്കളായി വരുന്നത് പരിഹാസ്യമാണ്. ഒരു പ്രദേശത്തിന്റെ സാംസ്കാരികവും ആത്മീയവുമായ ഔന്നത്യം നിലനിർത്താൻ ആ നാടിന്റെ വിശ്വാസങ്ങളെ ഉൾക്കൊള്ളുന്ന നേതൃത്വം അനിവാര്യമാണ്. അത് വർഗീയതയല്ല, മറിച്ച് തങ്ങളുടെ പൈതൃകത്തെയും സംസ്കാരത്തെയും സംരക്ഷിക്കാനുള്ള അവകാശമാണ്. നമ്മുടെ ക്ഷേത്രങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കപ്പെടണമെങ്കിൽ അവയെ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ മാറ്റം അനിവാര്യമാണ്. ഇതിനായുള്ള ചർച്ചകൾ ഓരോ വീടുകളിലും ഉയർന്നു വരട്ടെ. കാലം മാറി, കേരളത്തിലെ ഹിന്ദുക്കൾ മാറി. ഇത് മറക്കാതിരുന്നാൽ നന്നാകും. ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം.